അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവർക്കൊക്കെ സന്തോഷമുള്ള ബർസഖിയായ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഉറങ്ങാൻ പോകുന്ന സമയത്ത് കാഫിറൂന സൂറത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു പ്രതിഫലം വലിയ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ വലിയ ഒരു നേട്ടമാണ് അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുന്നത്. മഹാനായ ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന, അതുപോലെ ഇമാം തുർമിദിയും നസായിയും ഒക്കെ രേഖപ്പെടുത്തുന്ന ഹദീസ്, അൻ ഫർവത ബിൻ നൗഫൽ റളിയല്ലാഹു അൻ നബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. നൗഫൽ എന്നവരോട് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇഖ്റ, നിങ്ങൾ ഓതണം. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് നിങ്ങൾ ഓതണം. സുമ്മന്നം, പിന്നെ നിങ്ങൾ ഉറങ്ങുക. അലാ ഖാത്തിമത്തിഹ, ആ കുൽ യാ അയ്യുൽ കാഫിറൂൻ സൂറത്ത് ഓതി നിങ്ങൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ, ഉറങ്ങുന്നതിൻ്റെ ആ ഒരു ആദ്യത്തിൽ, ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് കാഫിറൂന സൂറത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഫഇന്നഹ ബറാഅത്തു മിനശ് ശിർക്കീന, അത് ഷിർക്കിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടാനുള്ള വഴിയാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ഷിർക്ക് എന്ന് പറയുന്ന ആ വൻകുറ്റത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു വഴിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് കാഫിറൂന സൂറത്ത് ഓതിയാൽ ഈ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. കാഫിറൂന സൂറത്ത് ഓതുന്നവരാണ് നമ്മളൊക്കെ, പക്ഷേ ഉറങ്ങുന്നതിൻ്റെ ആ തൊട്ട് മുമ്പ് ഓതിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു സൂറത്താണ്. ആർക്കും ഒരു പ്രയാസവുമില്ല. എല്ലാവർക്കും ഈ ഒരു വിഷയം പതിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഷിർക്കിൽ നിന്ന് മോചനമാണ്. ഷിർക്കിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനുള്ള ഒരു വഴിയാണ്, ഒരു മാർഗമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ മനുഷ്യൻ ഷിർക്കിലേക്ക് എത്തുകയില്ല. ഷിർക്ക് എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യൻ്റെ ജീവിതം, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു എല്ലാ മേഖലകളിലും റബ്ബിൻ്റെ പൊരുത്തമുണ്ടായിരിക്കുക എന്നുള്ളത് അവനിക്ക് ലഭിക്കുന്ന വലിയൊരു മഹത്വമാണ്, വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു പുണ്യമാണ്. അതിന് നമുക്ക് സാധ്യമാകുന്നത് ആ കലിമത്തു തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ജീവിതത്തിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സന്ദേശം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, കാഫിറൂന സൂറത്ത് ഓതുമ്പോൾ, പൊതുവെ കാഫിറൂന സൂറത്ത് ഓതുന്നത് തന്നെ വലിയ പുണ്യമുള്ളതാണ്. ഒരുപാട് ഖുർആനുകൾ ഓതിയ പുണ്യം ലഭിക്കുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.